നമുക്ക് ഈ സെഷനിൽ PHP യൂസ് ചെയ്തിട്ട് എങ്ങനെ ഡാറ്റാബേസിലേക്ക് ഡാറ്റ എൻ്റർ ചെയ്യാം, ടേബിൾ ക്രിയേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാം എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 3 പേജുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തേത് ഒരു index.html എന്നുള്ള പേരിൽ സേവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടൈറ്റിൽ രജിസ്ട്രേഷൻ ഫോം എന്ന് കൊടുത്തിട്ടുണ്ട്. ആക്ഷൻ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നമുക്ക് കാണാം. പോസ്റ്റാണ് മെത്തേഡ്. ഞാനിവിടെ 5 ഫീൽഡുകൾ, 1 ഫസ്റ്റ് നെയിം, 2 ലാസ്റ്റ് നെയിം, 3 ഇമെയിൽ, 4 പാസ്വേഡ്, 5 ജെൻഡർ, ഇത്രയും ഫീൽഡുകൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ 2 ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇമെയിൽ ടൈപ്പ് ഇമെയിൽ കൊടുത്തിട്ടുണ്ട്. പാസ്വേഡ് ടൈപ്പ് പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പേരും കൊടുത്തിട്ടുണ്ട്. നെയിം ഫസ്റ്റ് നെയിമാണ്, ഫസ്റ്റ് നെയിം തന്നെ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നെയിം കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലെല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ ജെൻഡറിന് ഞാനൊരു റേഡിയോ ബട്ടണാണ് കൊടുത്തിട്ടുള്ളത്. മെയിൽ ഫീമെയിൽ 2 ഓപ്ഷനാണ്. അതേപോലെ സബ്മിറ്റ് ബട്ടൺ ഞാൻ നെയിം സബ്മിറ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് നെയിം. അടുത്ത രണ്ടാമത്തേത് config.php എന്നുള്ളൊരു പേജാണ്. ഇവിടെ ഒരു കണക്ഷൻ ക്വറി ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതിൽ ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള MySQL ആണ്. MariaDB യൂസ് ചെയ്യുന്നവരുണ്ട്, അവിടെയും MySQL വർക്ക് ചെയ്യും. ഇനി അതല്ല MariaDB കൊടുത്താലും മതി. ഓക്കെ, ഞാൻ ഇവിടെ 4 വേരിയബിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ സെർവർ നെയിമാണ്. സെർവർ നെയിം ലോക്കൽ ഹോസ്റ്റ് തന്നെയാണ്, നമ്മൾ വർക്ക് ചെയ്യുന്ന ലോക്കൽ ഹോസ്റ്റിലാണ്. യൂസർ നെയിം ബൈ ഡിഫോൾട്ട് യൂസർ നെയിം റൂട്ടും പാസ്വേഡ് നള്ളുമാണ് ബൈ ഡിഫോൾട്ട് വരിക. ഡാറ്റാബേസ് നെയിം ഞാൻ STCP എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഡാറ്റാബേസ്, അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അതേപോലെ ഈ കണക്ഷൻ ക്വറി കോൺ എന്നുള്ള വേരിയബിളിൽ ന്യൂ MySQLയിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ 4 വാല്യൂസ് ഞാൻ കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അത് ഫെയിലാണെങ്കിൽ ഇവിടെ ഡൈക്കകത്ത് ഫെയിൽഡ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് മൂന്നാമത്തെ ഫോം രജിസ്ട്രേഷൻ ഫോമാണ്. ഇവിടെ config.php നമ്മൾ തൊട്ട് മുമ്പ് കണ്ട പേജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ കഴിഞ്ഞ index.html എന്നുള്ള പേജിനെ പറ്റി പറഞ്ഞിരുന്നു. ഇവിടെ നെയിം സബ്മിറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആ സബ്മിറ്റ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പോസ്റ്റിനകത്തെ വാല്യൂ ഓരോന്ന് എടുക്കുകയാണ്. ആദ്യത്തേത് ഫസ്റ്റ് നെയിം എന്നുള്ളതിൻ്റെ വാല്യൂ നമ്മൾ കഴിഞ്ഞ പേജിൽ കണ്ടിരുന്നു. ഫസ്റ്റ് നെയിം എന്നാണ് ഞാൻ പേര് കൊടുത്തിട്ടുള്ളത്. ആ വാല്യൂ ഈ പോസ്റ്റ് ഈ വേരിയബിളിലുണ്ട്. അതുവഴി നേരെ നമ്മൾ ഫസ്റ്റ് നെയിം എന്നുള്ള വേരിയബിളിലേക്ക് ഇടുന്നു. ലാസ്റ്റ് നെയിം അത്തരത്തിലെടുക്കുന്നു. ഇമെയിൽ പാസ്വേഡ് ഇതെല്ലാം എടുക്കുകയാണ്. അങ്ങനെ ഇനി നമ്മൾ ചെയ്യുന്നത് SQL ഒരു ക്വറി കൊടുക്കുകയാണ്. അതിനുവേണ്ടി ആദ്യം SQL എന്നുള്ള വേരിയബിളിലേക്ക് ഈ ക്വറി സേവ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ഞാനിവിടെ യൂസർ എന്ന് പറയുന്നൊരു ടേബിളാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫീൽഡുകൾ ഞാൻ 5 ഫീൽഡുണ്ട്. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, പാസ്വേഡ്, ജെൻഡർ, ഇത്രയാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് കൂടാതെ ആദ്യം ഒരു പ്രൈമറി കീ ID കൊടുക്കുന്നുണ്ട്. ഓട്ടോ ഇൻക്രിമെൻ്റ് കൊടുത്തേക്കാണ്, നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യണമെന്നില്ല. ഇനി നമ്മൾ അതിലേക്ക് വാല്യൂസ് നമ്മൾ ഈ നേരത്തെ സേവ് ചെയ്തേക്കുന്ന വാല്യൂസ് ഉണ്ടല്ലോ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, ഈ ഡോളർ ഇട്ട് സേവ് ചെയ്തേക്കുന്ന ഇത് നമ്മൾ പോസ്റ്റ് വഴി എടുത്തിരിക്കുന്ന വേരിയബിളിൻ്റെ വാല്യൂ ആണ്. ആ വാല്യൂ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഈ ക്വറി റൺ ചെയ്യുന്നു. ആ റൺ ചെയ്ത വാല്യൂ റിസൾട്ടിലേക്ക് ഇടുന്നു. ഇനി റിസൾട്ടിൻ്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ ഇത് റണ്ണായി എന്നർത്ഥം. റണ്ണായിട്ടുണ്ടെങ്കിൽ നമ്മൾ ന്യൂ റെക്കോർഡ് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ എറർ പ്രിൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം അവസാനം കണക്ഷൻ ക്ലോസ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ 3 പേജുകൾ. അപ്പോൾ ഇനി നമുക്ക് ആദ്യമായിട്ട് നമുക്ക് അപ്പാഷെ സെർവർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ കോഡുകൾ സേവ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തണം. സേവ് ചെയ്തില്ലെങ്കിൽ ആ ചേഞ്ചസ് റൺ ചെയ്യുമ്പോൾ വരണമെന്നില്ലല്ലോ, അറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം MySQL സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനൊപ്പം തന്നെ അപ്പാഷെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി MySQLിലെ നമ്മൾ PHPMyAdmin പോവുകയാണ്. നമുക്ക് വേണമെങ്കിൽ ലോക്കൽ ഹോസ്റ്റ് /PHPMyAdmin നേരെ കൊടുക്കാം. ഞാനിവിടെ ഡയറക്റ്റ് സാമ്പ് പാനലിൽ നിന്ന് എടുത്തു എന്ന് മാത്രം. ഓക്കെ, ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിൽ ന്യൂ എന്നുള്ള ഓപ്ഷനുണ്ട്. ഒരു ന്യൂ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അതിൽ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ഡാറ്റാബേസിൻ്റെ പേര് നമ്മൾ ഓൾറെഡി ഈ കോഡിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡാറ്റാബേസിൻ്റെ പേര് STCP എന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ പേര് തന്നെ ഇവിടെ ഒരു ഡാറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. STCP എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ടേബിൾ നെയിമാണ്. ടേബിൾ നെയിം ഇപ്പം ഞാൻ യൂസേഴ്സ് എന്ന് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ യൂസേഴ്സ്
കോഡ് സേവ് ചെയ്യുന്നു. ഓക്കെ, അതേപോലെ നമുക്ക് വേണ്ടത് നമുക്ക് 6 ഫീൽഡുകളാണ്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മളത് പറഞ്ഞിരുന്നല്ലോ, നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഏതൊക്കെ ഫീൽഡുകളാണ് വേണ്ടത്? ആദ്യം നമുക്കൊരു ID, പ്രൈമറി കീ ID എന്ന് പറഞ്ഞൊരു ID കൊടുക്കുകയാണ്. അത് ഇൻറ്റീജറാണ്. നമുക്കിത് ഓട്ടോ ഇൻക്രിമെൻ്റ് ആയിട്ട് കൊടുക്കുകയാണ്. അതാണ് പ്രൈമറി കീ. അതിനുശേഷം നമ്മൾ എന്താണ് കൊടുത്തേക്കുന്നത്? അടുത്ത് ഫസ്റ്റ് നെയിം ആണ് അല്ലേ? ഫസ്റ്റ് നെയിം, അടുത്തത് ലാസ്റ്റ് നെയിം, അടുത്തത് ഇമെയിലാണ്. ഇമെയിൽ, അടുത്തത് പാസ്വേഡ്, ഏറ്റവും അവസാനം ജെൻഡറാണ്. ഓക്കെ, അപ്പോൾ ID ഫസ്റ്റ് നെയിം നമുക്ക് വാർക്കാറാണ് വരിക, ലാസ്റ്റ് നെയിം വാർക്കാറാണ് വരിക, ഇമെയിൽ വാർക്കാറാണ്, പാസ്വേഡ് വാർക്കാറാണ്, ജെൻഡറും വാർക്കാറാണ്. ഇനി ഇതിൻ്റെ വാല്യൂസ്, ഫസ്റ്റ് നെയിം ഞാൻ 100 ഇടുകയാണ്, വാർക്കാറ് 100 ഇടുന്നു, ഇമെയിൽ ഞാൻ 100 ഇടുന്നു, പാസ്വേഡ് ഞാൻ 100 ഇടുന്നു, ജെൻഡർ ഞാൻ 20 എന്നുള്ള വാല്യൂ ഇടുകയാണ്. 20 ഇഷ്ടമുള്ളത്, അധികം വരുന്നില്ലല്ലോ അവിടെ. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇവിടെ താഴെ സേവ് കൊടുക്കുന്നു. സേവ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഈ സ്ട്രക്ചർ, ടേബിൾ സ്ട്രക്ചർ നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ID പ്രൈമറി കീ ആണ്, അറിയാമല്ലോ, പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഓട്ടോ ഇൻക്രിമെൻ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നോർമൽ ഫോംസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പരിപാടിയല്ല ഓട്ടോ ഇൻക്രിമെൻ്റ്, എങ്കിൽ പോലും തൽക്കാലം ഞാൻ അങ്ങനെ ചെയ്തു എന്നുള്ളതുള്ളൂ. അതിലൂടെ ബ്രൗസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ വാല്യൂസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇവിടെ നിലവിൽ നമ്മൾ ഡാറ്റ ഒന്നും എൻ്റർ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ ഒന്നും കാണാത്തത്, ഈ റോസ് ഒന്നും കാണാത്തത്. എൻ്റർ ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ വാല്യൂസ് വരും. ഓക്കെ, നമുക്കിനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് നേരെ ഇനി ലോക്കൽ ഹോസ്റ്റിലേക്ക് പോകാം. നമ്മളിവിടെ ലോക്കൽ ഹോസ്റ്റ് ഒന്ന് 127.0.0.1 ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ലോക്കൽ ഹോസ്റ്റ്, ഞാനിവിടെ ഞാനൊരു പുതിയ ബ്രൗസറിൻ്റെ വിൻഡോ ഓപ്പൺ ചെയ്യുകയാണ്. തൽക്കാലം ഞാൻ ക്രോമിൽ തന്നെ ഒരു വിൻഡോ ഓപ്പൺ ചെയ്യുകയാണ്. ലോക്കൽ ഹോസ്റ്റ്, ഞാൻ വെബ് പ്രോഗ്രാമിംഗ് എന്നുള്ള ഒരു ഫോൾഡറിലാണ് ഞാൻ ഈ കോഡ് എഴുതിയിട്ടുള്ളത്. നേരെ അങ്ങോട്ട് പോകാം, ലോക്കൽ ഹോസ്റ്റ് ഡാഷ്ബോർഡ് വെബ് പ്രോഗ്രാമിംഗ്. അത് നമ്മളൊരു എസ്റ്റഡോക്സിനകത്തെ ഡാഷ്ബോർഡിനകത്തൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയാണ് വാല്യൂ കൊടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ ഒരു ഫസ്റ്റ് നെയിം ഞാൻ സ്റ്റുഡൻ്റ് എന്ന് കൊടുക്കുകയാണ്, സ്റ്റുഡൻറ്റ്. ലാസ്റ്റ് നെയിം ഞാൻ BCA എന്ന് കൊടുക്കുകയാണ്. ഇമെയിൽ student@stcp.ac.in. ഞാൻ വെറുതെ ഒരു ഇമെയിൽ ID കൊടുക്കുന്നുള്ളൂ. പാസ്വേഡ് ഞാൻ എന്തെങ്കിലും കൊടുക്കുകയാണ്, 1234 എന്തെങ്കിലും ഒരു പാസ്വേഡ് കൊടുക്കുകയാണ്. മെയിൽ ഞാൻ സബ്മിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ സബ്മിറ്റ് ചെയ്യുമ്പം ന്യൂ റെക്കോർഡ് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്നിവിടെ അലേർട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. നമുക്ക് നേരെ PHPMyAdmin പേജിൽ പോകാം. ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ വാല്യൂ അവിടെ വന്നതായിട്ട് കാണാം. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം ID, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ ID, പാസ്വേഡ്, ജെൻഡർ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു.